അറക്കലബു ആയിരിക്കും ഒരുപക്ഷെ ഞാൻ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു കഥാപാത്രത്തിനെ കണ്ടിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഇപ്പം നമുക്ക് റെഫറൻസ് ഉണ്ട്. റെഫറൻസ് ഉണ്ട്. ഇപ്പം ട്രിവാൻഡ്രം ലോഡ്ജിലെ ഷിബു വെള്ളാനിക്ക് പോലും എനിക്ക് റെഫറൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു. അപ്പം പിന്നെ ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും ഇനിയിപ്പം എന്താണ്, നമ്മൾ മുങ്ങി ഇനി കുളിച്ചിറങ്ങാന്നുള്ളതാണ്. അപ്പം അങ്ങനെ അവിടെ ചെന്ന് ഓട്ടോമാറ്റിക്കലി അത് അങ്ങ് സംഭവിച്ചു. അറക്കൽ അബു റെഫറൻസ് ആയി. അതാണ് ആ ക്യാരക്ടറിന്റെ പ്രത്യേകത. ആ ചുരുട്ട്, പിന്നെ ആ ഡയലോഗ് പ്രസന്റേഷൻ, അതിനകത്ത് കംപ്ലീറ്റ് മസിലാണെങ്കിലും ഒരു ഡയലോഗ് കൊന്നു കളഞ്ഞാലോ എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനങ്ങൾ ആ മീറ്റർ പിടിച്ചാ പോകുന്നത്. അത് മിഥുൻ ഭയങ്കര ഗംഭീരമായിട്ട് അത് ഷൂട്ട് ചെയ്തു എന്നെ വെച്ച്. അതൊരു പക്ഷെ വേറൊരു ആക്ടർ ആയിരുന്നെങ്കിൽ അവർക്കത് ഗുണം ചെയ്തേനെ. BGM അതെല്ലാം കൂടെ നന്നായിട്ട് വന്നത്. ക്യാമറാമാൻ വിഷ്ണു ഉഗ്രനായിട്ട് ക്യാമറ ചെയ്തു. മിഥുൻ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു. ഷാൻ റഹ്മാൻ്റെ ഉഗ്രൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ല പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള സിനിമ, ജയസൂര്യയുടെ കോൺട്രിബ്യൂഷൻ അറക്കലബിന് വേണ്ടിയിട്ടുള്ള, ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും എൻ്റെ കരിയറിലൊരു വലിയ മൈൽ സ്റ്റോണായി മാറി. തീർച്ചയായിട്ടും. പക്ഷെ അത് പിന്നെയും ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് ആയിരുന്നല്ലോ. അതെ, ഫസ്റ്റ് വർക്കായില്ലായിരുന്നു. പിന്നെ ആ സിനിമയും എല്ലാ കഥാപാത്രങ്ങളും കൾട്ടായി മാറി. ഭരതനാട്യം റിലീസായ സമയത്ത് ഇതേപോലെ ഒരവസ്ഥയായിരുന്നു. നമുക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിട്ട് തലയും കുത്തി വീണു. അതേപോലെയായിരുന്നു ആടിൻ്റെ അവസ്ഥ. ആടിൻ്റെ ട്രെയിലറൊക്കെ വന്നപ്പോഴത്തേക്കും വൻ അപ്രിസിയേഷൻ. തിയേറ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതായ അവസ്ഥ. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചിരുന്നത് പടം ഹിറ്റാണെന്നാണ്. ഫസ്റ്റ് ഡേ ഒക്കെ ഞാൻ വൈകുന്നേരം ഫ്രൈഡേ എന്നൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു, എളമക്കരയാന്ന് തോന്നുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ വിജയടനെയും വിനയും ഉണ്ട്, മിഥുനും ഉണ്ട്. ഇവർ രണ്ടുപേരും മിണ്ടാണ്ട് മൗനത്തിൽ ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ചെല്ലുമ്പോഴേ മിഥുൻ സംഭവം പൊളിച്ചല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെല്ലുവാണ്. മിഥുൻ ഇല്ല ചേട്ടാ, വർക്കായിട്ടില്ല. ഞാൻ വിനയ് ഇല്ല ബ്രോ, അത് വർക്കായിട്ടില്ല.